എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യേ, എല്ലാരും കൂടെ തന്ത ഒന്നങ്ങ് കുഴിച്ചു മൂട്. അപ്പൊ പിന്നെ ആരും ചോദിക്കാനും പറയാനും പറ്റത്തില്ലല്ലോ. കൊച്ചു കഴിവേടാവന്മാര് എന്തോന്നാ പിള്ളേച്ച രാവിലെ കിടന്നോണ്ട് ഇങ്ങനെ. എന്നാ പിന്നെ ഞാൻ മിണ്ടാതിരിക്കാം, അതാണല്ലോ എല്ലാവരുടെയും ആവശ്യം. അല്ലേ, വൈക്കം സത്യാഗ്രഹത്തിന് ആദ്യത്തെ കീജവിളി മുഴങ്ങുന്നത് ഈ കൊച്ചുപറമ്പി തറവാട്ടിന്റെ മുറ്റത്താ. എന്റെ 10ാമത്തെ വയസ്സിൽ അച്ഛനാണ് ആദ്യമായിട്ട് ത്രിവർണ്ണ പതാക എടുത്ത് എന്റെ കൈ തരുന്നത്, അറിയോ? അതൊക്കെ പണ്ടല്ലേ പിള്ളേച്ച. എന്നാൽ ഇപ്പോഴോ 10ഉം 15ഉം ഒന്നും ഇല്ല എനിക്ക്. 2 ആമ്പിള്ളാരല്ലേ ഉള്ളൂ. എന്താ കുറച്ച് വെള്ളം എടുത്തു തരാനോ ഇച്ചിരി വെറ്റേമാൻ എടുത്തു തരാനോ ഒരെണ്ണം ഉണ്ടോ ഇവിടെ? എടാ മോനം പിള്ളേ, ശേഖരോ. അവരൊക്കെ പുറത്തു പോയിരിക്കല്ലയോ, പിന്നെ എങ്ങനെയാ വിളി കേൾക്കുന്നേ? നിങ്ങൾ കണ്ടായിരുന്നു പോകുന്നേ? കണ്ടു. എവിടെ പോവാന്നാ പറഞ്ഞേ? വൈക്കത്തോട്ട് പോവാന്നാ പറഞ്ഞേ. ആ, അപ്പൊ ഉത്തരവാദിത്വം ഉണ്ട്. തേങ്ങ ഇടിക്കാൻ പോയതായിരിക്കും. ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടെ വൈക്കത്തോടൊന്ന് പോയിട്ട് വരാം. ഇല്ലെങ്കിൽ തണ്ടാമാര് പിള്ളേരെ കളിപ്പിക്കും. എന്നാ പിന്നെ താമസിക്കണ്ട, വേഗം ചെന്നാ. എല്ലാം തുറന്നു മരത്തി ഇട്ടിരിക്കുക, ഒരു കണ്ണ് വേണേ. പോനം പിള്ളേ, അവര് വൈക്കത്തല്ലയോ? ആ, ഓർമ്മ പശ കൊണ്ട് വയസ്സായി വരികയല്ലയോ. സ്വാമി പിള്ളേ വൈക്കത്ത് പോകാൻ ഇറങ്ങിയതാ. മുറുക്കുന്നോ? നല്ല ഒന്നാന്തരം കാലിപ്പോലെ ഉണ്ട്, പക്ഷെ പാക്ക് കുറച്ച് ചൊരുക്കും. സാരമില്ല, വൈക്കത്ത് പോയിട്ട് വരുമ്പം നല്ല ഒന്നാന്തരം പഴുക്കാപ്പാക്ക് കൊണ്ടുവരാം. ഓകൃതല്ലോ താനീ കാണിക്കുന്നേ. താൻ എന്തുവാ വിട്ടിരിക്കുന്നേ? താവിയല്ലയോ? അതിന്റെ അർത്ഥം എന്തുവാ? താനോട് ഹിന്ദുമത വിശ്വാസിയാന്നല്ലയോ? എന്നിട്ടാണല്ലോ താനീ പള്ളിക്കാരെ തിണ്ണെ വന്ന് കിടക്കാനും മണിയടിക്കാനും കരി പോയിക്കാനും ഒക്കെ നടക്കുന്നേ? ഏയ്, ഇതൊക്കെ ചോദിക്കാനും പറയാനും ഇവിടെ കരയോക്കാറുണ്ട്, കൊള്ളാവുന്ന നായന്മാര്. വന്നു താവി കിട്ടോണ്ടും ഒച്ചഴി വെള്ളവൻ.